ചർച്ച ചെയ്യപ്പെടേണ്ടത് ശിവസേനയുടെ രാജ്യവിരുദ്ധ സമീപനമാണ്. ഉദ്ധവ് താക്കറെ ദേശവിരുദ്ധർക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ, വിഘടനവാദ ശക്തികൾക്കൊപ്പം നിലകൊള്ളാൻ അങ്ങേയറ്റം പണിയെടുത്ത ഒരു നേതാവ്. ആ നേതാവിന്, ആ വിഭാഗത്തിന് ഈ മറാത്ത ജനത നൽകുന്ന ശക്തമായ തിരിച്ചടി തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്? നീലിമ, ഛത്രപതി ശിവാജി മഹാരാജിന്റെ മണ്ണാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ബാലാസാഹേബ് താക്കറെ, ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറെയുടെ മണ്ണാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഹിന്ദുത്വത്തിന് വലിയ വേരോട്ടമുള്ള, ഹിന്ദു രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അവിടെ സാക്ഷാൽ ബാൽ താക്കറെയുടെ മകൻ രാജ്യവിരുദ്ധർക്കൊപ്പം, സാക്ഷാൽ ബാൽ താക്കറെയുടെ മകൻ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളെ അപമാനിച്ചും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിനെതിരായി നിന്നും രാജ്യത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ചോദ്യം ചെയ്തും മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആത്മാഭിമാനമുള്ള മറാഠി ജനത ആ താക്കറയുടെ മകനാണെന്നോ താക്കറയുടെ അനന്തരവനാണെന്നോ രാജിനോടും ഉദ്ധവിനോടും ഒരു കരുണയും കാണിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർ അടിയുറച്ചു നിന്നത് ഹിന്ദുത്വത്തിനൊപ്പമാണ്, അവർ അടിയുറച്ചു നിന്നത് വികസനത്തിനൊപ്പമാണ്, അവർ അടിയുറച്ചു നിന്നത് ദേശീയതയ്ക്കൊപ്പമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയിക്കുന്നത്. BMCയിൽ BJP സഖ്യം 102 കടക്കുമ്പോൾ ഷിൻഡെ അത് ബാൽ താക്കറയുടെ അരിമ ശിഷ്യനാണ്. മകനെയും അനന്തരവനെയും അല്ല, ബാൽ താക്കറയുടെ മകനെയോ ബാൽ താക്കറയുടെ അനന്തരവനെയോ അല്ല മറാഠ ജനത ചേർത്ത് പിടിച്ചത്. നേരെ മറിച്ച് ബാൽ താക്കറയുടെ വത്സല ശിഷ്യൻ കൂടിയായ ഷിൻഡെയാണ്, ഏക്നാഥ് ഷിൻഡെയാണ് മറാഠ ജനത ചേർത്ത് പിടിച്ചത്. കാരണം അദ്ദേഹം നിന്നത് ദേശീയതയ്ക്കൊപ്പമാണ്, അദ്ദേഹം നിന്നത് ഹിന്ദുത്വത്തിനൊപ്പമാണ്, അദ്ദേഹം നിന്നത് വികസനത്തിനൊപ്പമാണ് എന്ന ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തെ മറാഠ ജനത ചേർത്ത് പിടിച്ചു. ബാൽ താക്കറയുടെ മകനെയും ബാൽ താക്കറയുടെ അനന്തരവനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ ചെയ്ത തെറ്റ് എന്ത് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് മഹാരാഷ്ട്ര ജനത. എന്തായാലും അത് BMCയിൽ മാത്രമല്ല, അവർ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന താനെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, നവി മുംബൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവർക്ക് വലിയ തിരിച്ചടി. സാംബാജി നഗറിലൊക്കെ അവർ ഒരു കാരണവശാലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പൂനെ ബെൽറ്റിൽ BJP ആദ്യഘട്ടത്തിൽ നാഗ്പൂരിലൊക്കെ തന്നെ പ്രചരണം നടത്തിയിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് അവസാന ലാപ്പിൽ പൂനെയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കാരണം അവിടുത്തെ ട്രെൻഡ് BJPക്ക് അനുകൂലമായി വീശുന്നു എന്നും പവാർ കുടുംബത്തിന്റെ പവർ പൊളിറ്റിക്സ് അവിടെ അസ്തമിക്കാൻ പോകുന്നു എന്നും ദേവേന്ദ്ര ഫട്നാവിസ് എന്ന രാഷ്ട്രീയ ചാണക്യന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂനെയിലേക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റിയിരുന്നു അവസാന ഘട്ടത്തിൽ. അത് ഫലം കണ്ടിരിക്കുന്നു. പൂനെയിൽ ഇതാ കുതിച്ചു കയറുകയാണ് BJP. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനും പൂനെയിലെ പിംപിരി ചിഞ്ചുവാഡ് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നീലിമ, ബാക്കിയെല്ലാം മാറ്റിവെക്കൂ. 29ൽ 26 ഇടത്തും. പറയൂ. ശ്രീകാന്ത്, 29ൽ 26 ഇടത്തും അജയ്യമായിരിക്കുകയാണ് മഹായുതി. തീർച്ചയായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 110നോട് അടുക്കുന്നു BJP സഖ്യം BMCയിൽ എന്നുള്ളതാണ്. 167 ഇടങ്ങളിൽ 67 ഇടങ്ങളിൽ 227 167 ഇടങ്ങളിൽ ഈ വോട്ടെണ്ണൽ പിന്നിടുമ്പോൾ BJP സഖ്യം 110നോട് അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനിയൊരു മാറ്റം ഈ BMCയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയാം. കാരണം ബാലാസാഹേബ് താക്കറയുടെ കാലം മുതൽ ശിവസേന ഇല്ലാതെ ഉപ്പില്ലാതൊരു കറിയില്ല എന്ന രീതിയിൽ പറയും. അങ്ങനെ ശിവസേനയില്ലാതെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇല്ല, ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇല്ല എന്നൊരു പഴഞ്ചൊല്ല് പോലും ഉണ്ടായിരുന്നു. അത് പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിവസേനയെ പിന്തള്ളി BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ അവിടെ BJP സഖ്യം വരാൻ പോകുന്നത്. ഈ ബീഹാറിൽ ഒരു ചൊല്ലുണ്ട് ലാലു പ്രസാദ് യാദവിനെ കുറിച്ച്, ജബ് സമോസ മേ ആലു തബ്ഹേ ബീഹാർ മേ ലാലു എന്ന്. ഈ സമോസയിൽ എത്ര കാലം ആലു ഉണ്ടാകുമോ, ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമോ, അത്രയും കാലം ബീഹാറിൽ ലാലു ഉണ്ടാകും എന്ന്. അതുപോലെ തന്നെയാണ് ഈ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ശിവസേനയെക്കുറിച്ച് പറയുന്നത്. അവരില്ലാതെ ഒരു മുംബൈ അത് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ പഴഞ്ചൊല്ല് പോലും. പക്ഷേ BJP അതിതാദ്യമായി തകിടം മറിച്ചിരിക്കുന്നു. BJP സഖ്യം ഇതാദ്യമായി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഉദ്ധവ് താക്കറെയൊക്കെ പോയി
രാജ് താക്കറെയുടെ വിഘടനവാദ ശബ്ദമൊക്കെ തന്നെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ രീതിയിൽ ഇതാ BJP താമരക്കുമ്പിളിൽ BJPക്ക് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടുത്തെ ജനങ്ങൾ വെച്ച് നൽകുകയാണ്. എന്തായാലും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനത്ത് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ വരാൻ പോകുന്നു എന്നുള്ള ശുഭ സന്ദേശം മുംബൈയിൽ നിന്നും എത്തുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ റിപ്പബ്ലിക് പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് 227 സീറ്റുകളിൽ 200 എണ്ണത്തിലും ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 114 സീറ്റുകളിലേക്ക് മഹായുതി മുന്നേറ്റം കുറിച്ചിരിക്കുന്ന കാഴ്ച. പകുതി സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത്. റിപ്പബ്ലിക് നൽകുന്ന വിവരമനുസരിച്ച് 114 മഹായുതി, 67 ഇന്ത്യ മുന്നണി എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇനിയൊരു തിരിച്ചുപോക്ക് ഇല്ല മഹായുതിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ താമരക്കുമ്പിളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മുംബൈ ജനത ഈ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം. പൂനെയിൽ നിന്ന് നമുക്ക് ഒരു സന്ദേശം വരുന്നുണ്ട്. നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടർ കൂടിയായ ബാബു നമ്പ്യാർ നമുക്ക് നൽകുന്ന ഒരു വിവരം, പൂനെയിൽ 90 കടന്നിരിക്കുന്നു BJP സഖ്യത്തിന്റെ ലീഡ് എന്നുള്ളതാണ്. അത് വളരെ നിർണായകമാണ് ശ്രീകാന്ത്. ആ പൂനെയിൽ അത്രയും വലിയൊരു സംഖ്യയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. പൂനെ, പിംപിരി, ചിഞ്ച്വാഡ് ഈ മേഖലകളെല്ലാം NCP കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ശരത് പവാറിന്റെ മസിൽ രാഷ്ട്രീയത്തിന്റെ ഒരു മേഖലയാണ്. വളരെ കൃത്യമായി ഈ മേഖല അവിടെ 90 എന്ന് പറയുമ്പോൾ BJP സർവ്വ മേഖലകളിലേക്കും മഹാരാഷ്ട്രയുടെ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറുന്നതിന്റെ കാഴ്ചകളല്ലേ കാണുന്നത്. നിലിമ, ഏറ്റവും പുതിയ വിവരം അങ്ങനെയാണ്. അതായത് 90 സീറ്റുകളിൽ പവാറിന്റെ പവർ പൊളിറ്റിക്സ് മാത്രം കണ്ടു വളർന്ന പൂനെയിൽ ഇതാ BJPയുടെ താമര അവിടെ നമുക്ക് ഉദിച്ചുയരുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ദേവേന്ദ്ര ഫട്നാവിസിന്റെ ചുമലിലേറി BJP ഇതാ പൂനെയിലേക്ക് എത്തുന്നു. അവസാന നിമിഷം ഞാൻ മുൻപ് ചൂണ്ടിക്കാണിച്ചിരുന്നു, നാഗ്പൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് പൂനെയിൽ അടിയൊഴുക്കുകൾ ശ്രദ്ധയിൽപ്പെട്ട അവസാന നിമിഷത്തെ പ്രചാരണം പൂനെയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അത് പവാറിന്റെ പവർ പൊളിറ്റിക്സ് തീരാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിജയം കണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാദേശിക ലേഖകൻ, പൂനെയിലെ നമ്മുടെ പ്രാദേശിക ലേഖകൻ ബാബു നമ്പ്യാർ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പൂനെയിൽ 90 സീറ്റിൽ BJP സഖ്യത്തിന് ലീഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോരാട്ടം നടന്ന സ്ഥലം അത് പൂനെയാണ്. കാരണം മഹായുതിയുടെ ഭാഗമായിരുന്ന അജിത് പവാർ കുടുംബ രാഷ്ട്രീയം സംരക്ഷിക്കാൻ ശരത് പവാറിനൊപ്പം ചേർന്ന് BJP സഖ്യത്തിനെതിരെ മത്സരിച്ച സ്ഥലം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പൂനെ. അതോടൊപ്പം പിംപ്രി ചിഞ്ച്വാഡ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഇതാ അവിടെ BJP തരംഗം, കാവി തരംഗം വീശുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വിവരം BMCയിൽ വീണ്ടും BJP കുതിച്ചു കയറ്റം. 115 സീറ്റുമായി BJP സഖ്യം മുന്നേറുന്നു. 227ൽ 201 സീറ്റുകളിൽ ലീഡ് നോക്കുമ്പോൾ അതിൽ 115 BJP ഇനി നോക്കണ്ട. ഇനി ഒരു തിരിച്ചുപോക്ക് സ്വാഭാവികമായും നോക്കേണ്ടതില്ല. നീലിമ 12:51 അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇനിയൊരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കേണ്ട. എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഹാഫ് വേ പിന്നിട്ടിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് സഖ്യം പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം തീർത്ത് പറയാം, വിഘടനവാദം തുടരുക. ഇപ്പോൾ പൂനെയിൽ നിന്നും നമ്മുടെ പ്രാദേശിക ലേഖകൻ ബാബുരാജ് നമ്പ്യാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാബുരാജ് നമ്പ്യാർ, BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആവേശം പകരുന്ന കാഴ്ചകളാണ്, തെരഞ്ഞെടുപ്പ് ചിത്രമാണ് അവിടെ തെളിയുന്നത്. 90 സീറ്റുകളിലധികം പൂനെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP എത്തിയിരിക്കുകയാണ്, മഹായുതി എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടെ BJPയുടെ പ്രകടനം? ഒപ്പം ഇന്ത്യ മുന്നണി എങ്ങനെയാണ് അവിടുത്തെ ഒരു പെർഫോമൻസ്? പൂനെയിൽ BJP യുക്തി സഖ്യം 90-ലധികം സീറ്റുകൾ നേടിയാണ്. NCP അജിത് പവാറിന്റെ സഖ്യം 20 സീറ്റിലുമാണ് മുന്നേറുന്നത്. പൂനെയിൽ ഏകദേശം 120 സീറ്റിന് മുകളിൽ വരുമെന്നാണ് അഭ്യൂഹം ഇലക്ഷൻ പ്രമുഖായ ഗണേഷ് ബിഡ്കർ പറഞ്ഞത്. അതുപോലെ പിംപിരി ചിഞ്ചോഡിൽ 70 സീറ്റ് ലീഡാണ് ഉള്ളത്
BJPക്ക്, 40 സീറ്റ് അജിത് പവാർ ശരത് പവാർ സഖ്യത്തിനാണ് ഉള്ളത്. ശ്രീ ബാബുരാജ്, പൂനെ, പിമ്പിരി, ചിഞ്ചുവാഡ് ഈ മേഖലകളൊക്കെ ഈ NCPയുടെ ഒരു സൂപ്പർ പവർ മേഖലകളായിരുന്നു. അവിടെ ശരത് പവാറിന്റെ അനിഷേധ്യമായ ഒരു നേതൃത്വം, അവിടെ ഒരു സാന്നിധ്യം പ്രകടമായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് NCPക്ക്? NCPയുടെ ആധിപത്യമായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത് മാറി മറിഞ്ഞിരിക്കുകയാണ്. അവിടെ പിന്നെ മഹേഷ് ലാൻഡെ, ജഗ്താബ് എന്നീ 2 BJPയുടെ MLA-മാരുടെ താക്കത്ത് കൊണ്ട് മെജോറിറ്റി കൂടുതൽ കിട്ടുകയുണ്ടായത്. ലക്ഷ്മൺ ജഗ്താബും മഹേഷ് ലാൻഡെയാണ് അവിടുത്തെ BJPയുടെ MLA-മാർ. അവരുടെ പ്രയത്നത്തിലാണ് BJPക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത്. അതായത് ശ്രീ ബാബുരാജ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പൂനെയിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഒരു ശ്രദ്ധ വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ BJPയുടെ വലിയ ഇടപെടൽ ആ മേഖലയിൽ ഉണ്ടായി. അതിന്റെ ഒരു യഥാർത്ഥത്തിൽ BJPയുടെ വലിയൊരു അധ്വാനത്തിന്റെ ഫലമല്ലേ നമ്മളിപ്പോൾ പൂനെയിൽ കാണുന്നത്? BJPയുടെ ഗ്രൗണ്ട് വർക്ക് നന്നായത് കൊണ്ടാണ് അവിടെ കൂടുതലായി വിജയം ഉണ്ടായത്. അതുപോലെ തന്നെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പ്രയത്നത്തിലും ഇളവാക്കുന്നുണ്ടത്. വളരെയധികം നന്ദി ശ്രീ ബാബുരാജ് ഈ ഘട്ടത്തിൽ ചേർന്നതിന്. ശ്രീകാന്തിലേക്ക് പോകുകയാണ്. ശ്രീകാന്ത്, നമ്മുടെ പ്രാദേശിക ലേഖകൻ ബാബുരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു മേഖലയാണ് പിമ്പിരി, ഈ പൂനെ, ചിഞ്ചുവാഡ് എന്ന് പറയുന്ന മേഖലകൾ. അവിടെ NCP അല്ലാതെ മറ്റൊരു സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ ആ ഇടത്താണ് BJP അതിന്റെ സകല സന്നാഹങ്ങളും ഇറക്കിക്കൊണ്ട് ഗ്രൗണ്ട് ലെവൽ മുതൽ ഓപ്പറേഷൻസ് തുടങ്ങിയത്. അത് കൃത്യമായി അവിടെ ഫലം കാണുകയാണ്. മറ്റ് ഈ BMCക്ക് പുറത്ത് മറ്റ് സ്ഥലങ്ങളിലെ കണക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം. താനെയിൽ BJP 25 സീറ്റുമായി BJP മുന്നിലാണ്. പൂനെയിൽ BJP 90 സീറ്റുമായി മുന്നിലാണ്. സാംബാജി നഗറിൽ BJP 22 സീറ്റുമായി മുന്നിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്രകാരമാണ്. അതോടൊപ്പം തന്നെ നാസിക്കിൽ BJP 27 സീറ്റുമായി മുന്നിലാണ്. നാഗ്പൂരിൽ RSS ആസ്ഥാനം ഇരിക്കുന്ന നാഗ്പൂരിൽ BJP 106 സീറ്റുമായി മുന്നിലാണ്. വെറും 22 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു കോൺഗ്രസ്. താനെയിൽ BJP 25 സീറ്റ്, പൂനെയിൽ BJP 90 സീറ്റ്, ബാക്കി നാഷിക്കിൽ BJP 27 സീറ്റ്, സാംബാജി നഗറിൽ BJP 22 സീറ്റ്, അതോടൊപ്പം തന്നെ നാഗ്പൂരിൽ BJP 106 സീറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഇപ്പോൾ വായിച്ചത്. 29ൽ 26 BJPയുടെ പടുകൂറ്റൻ മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ 115 സീറ്റുകളിൽ BJP ഇപ്പോൾ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടി നമുക്ക് ഇതോടൊപ്പം നൽകാനുണ്ട്. അതായത് 201 സീറ്റുകൾ ഇതിനോടകം എണ്ണിക്കഴിയുമ്പോൾ 115 സീറ്റുകളിൽ BJP BMCയിൽ ലീഡ് ചെയ്യുന്നു. അതായത് BJP സഖ്യം BMCയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് പവാറിന്റെ കുടുംബ രാഷ്ട്രീയം തകർന്നു, താക്കറയുടെ കുടുംബ രാഷ്ട്രീയം തകർന്നു. മഹാരാഷ്ട്ര ജനത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ കാവി ക്യാമ്പിലേക്ക് എത്തിയത്, ദേവേന്ദ്ര ഫട്നാവിസിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും സ്വീകരിച്ചത്, അതേപോലെ തന്നെ BJPയെ അവർ സ്വീകരിച്ചിരിക്കുന്നു. ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും BMC 25 വർഷങ്ങൾക്ക് ശേഷം മാറിയിരിക്കുന്നു. മാധോശ്രീയിൽ നിന്നുള്ള തിട്ടൂരങ്ങൾക്കനുസരിച്ച് ഇനി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ മുന്നോട്ട് പോകില്ല. ജനകീയമായ രീതിയിൽ ജനാധിപത്യത്തിലൂടെ BJP അധികാരത്തിലേക്ക് വരുന്നു. മാധോശ്രീയിലെ തിട്ടൂരങ്ങൾക്ക് ഇനി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്ഥാനമില്ല. അതായത് BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം, ആ വികസന രാഷ്ട്രീയത്തെ ബോംബെ ജനത ഏറ്റെടുത്തിരിക്കുകയാണ്, മറാത്ത ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതല്ലേ വിലയിരുത്തേണ്ടത്? ഇതിൽ അതായത് രാജ് താക്കറെ തിരിച്ചു വരുമ്പോൾ ഉദ്ധവ് താക്കറെ വിചാരിച്ചത് ശിവസേനയുടെ ഒരു ഏകീകരണം നടക്കും, ഞങ്ങളാണ് ശിവസേനയുടെ അനന്തരാവകാശികൾ,
ബാലാസാഹേബ് താക്കറെയുടെ ഹിന്ദു ഹൃദയ സാമ്രാട്ടിന്റെ പിന്തുടർച്ചക്കാർ ഞങ്ങളാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു അവസരമായാണ് അവരത് കണ്ടത്. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആദിത്യ താക്കറെ എന്ന ഉദ്ധവ് താക്കറെയുടെ മകൻ മിമിക്സ് പരേഡ് കൊണ്ടാണ് BJP നേതാക്കളെ അപമാനിക്കാൻ, ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തുടർച്ചയായി നേരിട്ട തോൽവികളിൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് മുകളിലും വോട്ട് ചോരി എന്നാരോപിച്ചും നടന്നയാളാണ് ഈ ആദിത്യ താക്കറെ. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു BMCയിൽ ജയിക്കും എന്നുള്ളത്. അത് രാജിന്റെ കൂടി വരവോടെയാണ് അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ കൃത്യമായ കണക്കുകൂട്ടലുകൾ BJPക്കുണ്ടായിരുന്നു. അതായത് ബാൽ താക്കറെ മുന്നോട്ട് വെച്ചത് മുംബൈയുടെ അസ്തിത്വമായിരുന്നു, ബാൽ താക്കറെ മുന്നോട്ട് വെച്ചത് ദേശീയതയായിരുന്നു, ബാൽ താക്കറെ മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വമായിരുന്നു. ഇതിൽ നിന്നുമൊക്കെ ബാൽ താക്കറെയുടെ മകനും അനന്തരവനും അകന്നു പോയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാധോശ്രീയിലെ തിട്ടൂരങ്ങൾ ആളുകൾ മറന്നു തുടങ്ങിയിരുന്നു. മാധോശ്രീക്ക് മുംബൈക്ക് മുകളിൽ ഉണ്ടായിരുന്ന അപ്പർ ഹാൻഡ് നഷ്ടപ്പെട്ടിരുന്നു. അത് അറിയാതെ പോയത് താക്കറേമാർ മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. താക്കറയിൽ നിന്നും ഏകനാഥ് ഷിൻഡെ എന്ന ബാൽ താക്കറയുടെ അരുമ ശിഷ്യനിലേക്ക് ശിവസേന അണികൾ ഒന്നാകെ ഒഴുകിയത് ഒരുപക്ഷെ അറിയാതെ പോയ ആളുകൾ ഈ താക്കറേമാർ തന്നെയായിരിക്കണം. അത് അറിയിച്ചു കൊടുത്തിരിക്കുന്നു മുംബൈ ജനത. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൂടെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന രാഷ്ട്രീയ ചാണക്യന്റെ നീക്കങ്ങൾ അത് വിജയം കണ്ടിരിക്കുന്നു. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 115 സീറ്റ് എന്ന രീതിയിലേക്ക് BJP സഖ്യം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നീലിമ, ഒപ്പം തന്നെ ശ്രീകാന്ത്, കോൺഗ്രസിന്റെ ഒരു അവസ്ഥ കൂടി നമ്മൾ പറഞ്ഞു പോകണം. ഈ നന്ദയുടെ എന്നൊക്കെ പറയുന്ന മേഖല കോൺഗ്രസ് കൈവെള്ളയിൽ കൊണ്ടു നടന്ന ആ ഒരു ഏരിയയാണ്. അതൊക്കെ കോൺഗ്രസിനെ കൈവിട്ടിരിക്കുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു പതനം കൂടി നമ്മൾ പറഞ്ഞു പോകണം ശ്രീകാന്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ നാഗ്പൂരിലൊക്കെ 22 സീറ്റിലേക്ക് കോൺഗ്രസ് പോവുക എന്ന് പറഞ്ഞാൽ, ഈ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് കോൺഗ്രസ്സുകാർ തന്നെ ഒന്നെടുത്ത് പഠിക്കേണ്ടതാണ്. അതിന്റെ ഹിസ്റ്ററി അത് കോൺഗ്രസിന്റെ ഉള്ളംകൈയിലിരുന്ന സ്ഥലമാണ്. RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലം കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്ഥലമാണ്. അവരുടെ ഭരണ മികവ് കൊണ്ട് 22 സീറ്റിലേക്ക് അവർ പോവുകയും BJP 106 സീറ്റിലേക്ക് കുതിച്ചുയരുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാഗ്പൂരിൽ കാണാൻ സാധിക്കുന്നു. നന്ദേഡ് ഉൾപ്പെടെയുള്ള മേഖല കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പോകുന്നു. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവർ രാജ് താക്കറെ വന്നതുകൊണ്ട് മാത്രം ഉദ്ധവ് താക്കറെക്കൊപ്പം നിൽക്കാതെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിക്കൊപ്പം ചേർന്ന് മത്സരിക്കുകയാണ് ഉണ്ടായത്. ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, പ്രകാശ് അംബേദ്കറും കോൺഗ്രസും ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഈ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ അവിടുത്തെ മഹാവികാസ് അഘാഡിയുടെ വലിയ സ്പോയിലേഴ്സായി മാറി. ഗ്രേറ്റ് സ്പോയിലേഴ്സ് എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം. അവരുടെ വോട്ടുകൾ വിഘടിപ്പിക്കുന്നതിൽ ഇവർക്കും ഒരു പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ഇലക്ഷന് ശേഷം അവർ ഒരുമിച്ച് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും അവർ ഒരുമിച്ചാൽ പോലും BJP സഖ്യത്തെ അട്ടിമറിച്ച് ഭരണം കൈയാളാനുള്ള സംഖ്യ അവർക്കൊപ്പമില്ല. പക്ഷേ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. കേരളത്തിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം വലിയ ആഹ്ലാദം പങ്കുവയ്ക്കുകയും വോട്ടിംഗ് മെഷീൻ വളരെ നല്ലതാണെന്ന് പറയുകയും വോട്ട് ചോരിയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി ജർമ്മൻ സന്ദർശനമൊക്കെ കഴിഞ്ഞു വന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വോട്ട് ചോരി വീണ്ടും എടുത്ത് വീശിയിട്ടുണ്ട്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങളതും തള്ളും എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ആദിത്യ താക്കറെയും ഇപ്പോൾ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഉദ്ധവ് താക്കറെയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. വോട്ട് ചോരി എന്നുള്ളത് സാധാരണ നടപടി എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. സ്വാഭാവികമായും ആസന്നമായ വിധി അത് അവർക്ക് കിട്ടിയിരിക്കുന്നു. ഈ പവാറിന്റെ പവർ പൊളിറ്റിക്സും താക്കറെയുടെ വിഘടനവാദ രാഷ്ട്രീയവും ഏതാണ്ട് തകർന്ന് അസ്തമിച്ചിരിക്കുന്നു.